ശ്രീ ഗണപതായേ നമ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിച്ചതിൽ പൊരുത്ത ചിന്തയിലെ പാപസാമ്യം എന്ന വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ അതേക്കുറ്റി അറിയുവാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി കുറേക്കൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. കുജദോഷത്തെപ്പറ്റി അറിയുവാനും കുജദോഷം ലഘൂകരിക്കുവാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അറിയുവാനുമാണ് ആളുകൾ കൂടുതലും അന്വേഷിക്കുന്നത്. അതിനാൽ തന്നെ ആചാര്യന്മാർ ഈ കുജദോഷത്തെ ലഘൂകരിക്കുവാനായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട പരിഹാരം പൊരുത്തമുള്ള ജാതകം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ കുട്ടിയുടെ ജാതകത്തിൽ കുജദോഷമുണ്ടെന്ന് കണ്ടാൽ ഈ വക ആചാര്യന്മാർ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ ചെയ്തു വന്നാൽ തങ്ങൾക്ക് അനുയോജ്യമായ ജാതകങ്ങൾ വരുന്നതായി അനുഭവത്തിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സ്ത്രീപുരുഷ ജാതകങ്ങളിൽ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും 1, 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളായ കുജൻ, ശനി, രാഹു, രവി എന്നിവർ നിൽക്കുന്നത് നല്ലതല്ലെന്ന് മനസ്സിലായല്ലോ. ഈ പാപഗ്രഹങ്ങളിൽ തന്നെ വിവാഹകാര്യം ചിന്തിക്കുമ്പോൾ ചൊവ്വ ഈ വക ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി കണക്കാക്കി വരുന്നത്. ഹോരയിൽ ശനിക്കാണ് ചൊവ്വയേക്കാൾ പാപത്വം കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവാഹകാര്യം ചിന്തിക്കുമ്പോൾ ചൊവ്വയ്ക്ക് തന്നെയാണ് കൂടുതൽ ദോഷം ആചാര്യന്മാർ കൽപ്പിക്കുന്നത്. അതെന്തെന്നാൽ ശനി വിവാഹകാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു കാലതാമസം വൈകിപ്പിക്കുക എന്നുള്ളതാണ് ശനിയുടെ ജോലി. അതേസമയം ചൊവ്വ മരണം തന്നെ വരുത്തും. അതുകൊണ്ടായിരിക്കണം ആചാര്യന്മാർ ഈ ചൊവ്വയ്ക്ക് ഇത്ര പ്രാധാന്യം കൽപ്പിച്ച് കാണുന്നത്. അപ്പോൾ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെയാണെന്ന് ദോഷമെന്ന് നോക്കാം. ലഗ്നം എന്ന് പറയുന്നത് ആരോഗ്യം, ദീർഘായുസ്, സ്വഭാവ പ്രത്യേകതകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. പങ്കാളിയുടെ മാരകസ്ഥാനവുമാണ്. ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ ഈ ഫലങ്ങളെ ബാധിക്കും. 2-ൽ ചൊവ്വ നിന്നാലോ കുടുംബസുഖം, കുടുംബാംഗങ്ങളുടെ വൃദ്ധിക്ഷയം, പങ്കാളിയുടെ മരണം തുടങ്ങിയവയെ കാണിക്കുന്നു. ഇവിടെ ചൊവ്വ നിന്നാൽ ഈ വക വിഷയങ്ങൾക്ക് ക്ലേശാനുഭവം ഉണ്ടാകും. ഇനി 4 എന്ന് പറയുന്നത് ഗൃഹാന്തരീക്ഷത്തെയാണ്. ചൊവ്വ 4-ൽ ലഗ്നത്തിൻ്റെ ആരോഗ്യത്തിനും വസ്തുവകകൾക്കും നല്ലതല്ല. 7-ാം ഭാവത്തിൽ നിന്നാലോ 7-ാം ഭാവം കൊണ്ട് ഭാര്യ, ബന്ധനം, നിയമാനുസൃതമായ ഇടപാടുകൾ, ആയുസ്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര ധാരണ ഇവ മനസ്സിലാക്കണം. ചൊവ്വയുടെ 7-ലെ സ്ഥിതി ഈ അനുഭവങ്ങൾക്ക് നല്ലതല്ല. 7 നിൽക്കുന്നത് കൊണ്ടുള്ള മാരകത്വവും ചൊവ്വയ്ക്ക് വരും. 8-ാം ഭാവം ജാതകൻ്റെ ക്ലേശങ്ങളെ സൂചിപ്പിക്കുന്നു. വിശേഷിച്ചും 8-ാം ഭാവം സ്ത്രീയുടെ മാംഗല്യ സൂചകമാണ്. ചൊവ്വ 8 നിൽക്കുന്നത് ഈ വക ഭാവങ്ങൾക്ക് നല്ലതല്ല. വൈധവ്യ യോഗത്തെ സൂചിപ്പിക്കുന്നു. 12 ശയ്യാസുഖമാണ്. നഷ്ടം, ചതി മുതലായവയെ ഈ ഭാവം സൂചിപ്പിക്കുന്നു. ചൊവ്വ ഇവിടെ നിൽക്കുന്നത് ഈ വക ദോഷാനുഭവങ്ങൾക്ക് കാരണമാകും. പൂർവ്വജന്മാർജിത പാപദോഷം കൊണ്ട് ജാതകത്തിൽ ചൊവ്വാദോഷം പ്രബലമായിരിക്കുന്നു എന്ന് കണ്ടാൽ ആ ചൊവ്വാദോഷത്തെ ലഘൂകരിക്കുവാനുള്ള ദൈവിക കർമ്മങ്ങളാണ് നമുക്കിനി എന്താണെന്ന് നോക്കേണ്ടത്. അപ്പോൾ സാധാരണ ഒരുവൻ നമുക്ക് എതിരാകുമ്പോൾ അയാളെ പ്രീതിപ്പെടുത്തി വേണമല്ലോ മയപ്പെടുത്തിയെടുക്കുവാൻ. അതേ രീതി തന്നെയാണ് ഇവിടെയും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അതായത് ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക. എങ്ങനെയെന്നാൽ ചൊവ്വാഗ്രഹത്തിന് ഷോഡശോപചാര പൂജ ചെയ്യുക, ചൊവ്വ ഗ്രഹമന്ത്രം ജപിക്കുക, അതുപോലെ ചൊവ്വ സ്തോത്രങ്ങൾ ജപിക്കുക, ചൊവ്വയ്ക്ക് വേണ്ട വസ്തുക്കൾ ദാനം ചെയ്യുക, ചൊവ്വയുടെ യന്ത്രം ധരിക്കുക, ചൊവ്വയുടെ രത്നം ധരിക്കുക, അതായത് പവിഴം. അതുപോലെ തന്നെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് ചൊവ്വ ഓജരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക. അതല്ല യുഗ്മരാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ദേവിയെ ഭജിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചൊവ്വയെ നമുക്ക് പ്രീതിപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വ ഗ്രഹത്തിന് പ്രത്യേക പൂജകളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്തോത്രങ്ങൾ ദിവസം 7 ആവർത്തി വീതം 108 ദിവസമെങ്കിലും ആവർത്തിച്ച് ജപിക്കുക. ചൊവ്വാഴ്ച രാഹുകാലത്ത് രാഹുകാല പൂജ നടത്തുക.
ഇനി സ്ത്രീക്ക് വൈദവ്യ ദോഷം ഉണ്ടാകുമെന്ന് കണ്ടാൽ വലുതായി പരസ്യപ്പെടുത്താതെ സ്ത്രീയുടെ വിവാഹം അരയാൽ, തുളസി, കുംഭം, വാഴ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വരനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അതുമായി മന്ത്രപൂർവ്വം സ്ത്രീയുടെ വിവാഹം കഴിക്കണം. പുനർപ്പൂ ദോഷം ഇതോടെ മാറിക്കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ചൊവ്വാ മന്ത്രം കൊണ്ട് ചൈതന്യം ആവാഹിച്ച് ഷോഡശോപചാര പൂജാദികളും കഴിച്ച് ശരീരത്തിൽ ധരിക്കുന്നതും നല്ലതാണ്. കുജ അഷ്ടോത്തര ശതനാമങ്ങളും മറ്റ് സ്തോത്രങ്ങളും ജപിക്കാം. ഇങ്ങനെ ജാതകത്തിൽ കുജൻ പ്രതികൂലനായവർക്കും അനുകൂലമല്ലാത്തവർക്കുമൊക്കെ വേണ്ടി കുജശാന്തി കർമ്മങ്ങളുണ്ട്. കുജമഹാദശയിലും കുജാപഹാരകാലങ്ങളിലും ഈ ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കുജൻ അനുകൂലനായിരുന്നാൽ ഈ ശാന്തി കർമ്മങ്ങൾ കൊണ്ട് കുജാനുകൂല്യം വർദ്ധിക്കും. എന്തെന്നാൽ കുജൻ അനുകൂലൻ എന്ന് പറഞ്ഞാലും ഒരു നിസർഗ പാപത്വം കുജനുണ്ടല്ലോ, ആ പാപത്വം കൂടി ഈ വക ശാന്തി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാറിക്കിട്ടും. ഗോചരത്തിൽ കുജൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ ശാന്തി കർമ്മമാകാം. അനുകൂലനല്ലാത്ത ചൊവ്വ തൻ്റെ ദശാപഹാര കാലങ്ങളിൽ വലിയ ക്ലേശഫലങ്ങൾ നൽകും. ആ ക്ലേശഫലങ്ങൾ അനുഭവിക്കാതെ തരമില്ല. പക്ഷേ ജപഹോമ ദാനാദി ശാന്തികർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരളവ് വരെ ഈ ക്ലേശം കുറയ്ക്കുവാൻ സാധിക്കും. കുജദോഷം കൊണ്ട് ഒരുവന് പൊതുവെ ഉത്സാഹം കുറവായിരിക്കും. അജ്ഞാത ഭയം തോന്നും. ശരീരത്തിൽ മുറിവുകളും വ്രണങ്ങളും വരും. മുൻകോപം, എടുത്തിയാട്ടം, കലഹസ്വഭാവം, അതൃപ്തി, വൈരാഗ്യം, പകവീട്ടാനുള്ള മനസ്ഥിതി ഇവയൊക്കെ ഉണ്ടാകാം. മദ്യാസക്തി, കാമാസക്തി ഇവ ഉണ്ടാകാം. ശരീരത്തിൽ ഉഷ്ണാധിക്യം തോന്നുകയും ചൊറി, ചിരങ്ങുകൾ അനുഭവപ്പെടുകയും ചെയ്യും. അപകട സാധ്യതകളുമുണ്ട്. ശത്രുക്കൾ ശല്യപ്പെടുത്തും. അപ്പോൾ ഇതിനൊക്കെ ഈ കുജശാന്തി മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരളവ് വരെ കുറയ്ക്കാം. അതിന് പ്രധാനമായിട്ടും സ്നാനജലം ഉണ്ട്. കുജശാന്തിക്ക് വേണ്ട സ്നാനജലം തയ്യാറാക്കി കുളിക്കുന്നത് കൊണ്ട് ഒരു പ്രധാനമായിട്ടും ഈ വക ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരും. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ കൂവളം, രക്തചന്ദനം, കുറുന്തോട്ടി, കൊന്നപ്പൂവ്, ചായില്യം, ഞാഴൽപ്പൂവ്, ഇലഞ്ഞിപ്പൂവ്, ജടാമഞ്ചി ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കണം. അതുപോലെ ചുവന്ന പട്ട് ധരിക്കുന്നത് നന്നായിരിക്കും. തെറ്റി, ചെമ്പരത്തി, പ്ലാശിംപൂവ് തുടങ്ങിയ പുഷ്പധാരണത്തിന് ചെയ്താലും ഈ ചൊവ്വയ്ക്കൊരു മാറ്റം കിട്ടും. ചൊവ്വയുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ കുജന് പവിഴമോതിരം ധരിക്കണം. നമസ്തുഭ്യം 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 മഹീസുത തത്വേജ പരിപൂർണം തു രത്നം ഭവതു തത്പ്രഭോ ധാരായാമി മഹാരത്നം ത്വദീര്യ പരിശോഭിതം പാപാനി മേ വിനശ്യന്തു ഭൂപുത്രായ നമോസ്തുതേ എന്ന് ചൊല്ലിക്കൊണ്ട് ധരിക്കണം എന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇത് ധരിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ പല രീതിയിലുള്ള ധ്യാനം കുജന് പറഞ്ഞിട്ടുണ്ട്. രക്താംബരോ രക്തബഭൂ കിരീടീ ചതുർഭുജോ മേഷഗതോ ഗതാഭൃത് ധരാസുധാ ശക്തിധരശ്ച ശൂലീ സദാ യമസ്മദ്വരദാ പ്രസന്ന എന്നും ഓം ക്ഷിതിപുത്രായ വിദ്മഹേ ലോഹിതാംഗായ ധീമഹി തന്നോ ഭൗമ പ്രചോദയാത് എന്നും ഒക്കെയുള്ള മന്ത്രങ്ങൾ കുജഗായത്രിയാണത്. ഇവയൊക്കെ ചൊല്ലുന്നത് നന്നായിരിക്കും. മന്ത്രമൊക്കെ 10,000 ആവർത്തിയൊക്കെ ജപിച്ചാൽ അച്ചട്ടായിട്ട് ഫലം ലഭിക്കും. ജപത്തിൻ്റെ എണ്ണം പൂർണ്ണമായി കഴിഞ്ഞാൽ കരിങ്ങാലി, വിറക്, എള്ള്, പായസം, നെയ്യ് ഇവയെ കൊണ്ട് 1000 പ്രാവശ്യം ഹോമം ചെയ്യുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഓം അംഗാരകായ നമ, ഓം ഭൗം ഭൗമായ നമ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ സദാ ജപിക്കുന്നത് നന്നായിരിക്കും. കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ദാനദ്രവ്യം പവിഴം, ഗോതമ്പ്, ചണമ്പയർ, ചുവന്ന കാള, ശർക്കര, സ്വർണം, ചുവന്ന വസ്ത്രം, കണവീരപ്പൂവ്, ചെമ്പ് ഇവ ദാനം ചെയ്യുന്നത് നല്ലതാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുജനെ പ്രീതിപ്പെടുത്തുകയാണ് കുജനെ ദോഷം അകറ്റുവാൻ ഏറ്റവും നല്ല മാർഗം. അതുപോലെ തന്നെ ചെമ്പു തകിടിലോ ഓലയിലോ ഒക്കെ കുജേന്ദ്ര എഴുതി ശരീരത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ, കുങ്കുമം, വെള്ളിത്തകിട്, നെല്ലിക്ക, എണ്ണ, നെയ്യ് ഇവ ചൊവ്വാഴ്ച ദിവസം ഹനുമാന് സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ രാവിലെ ഹനുമാൻ സ്തോത്രങ്ങൾ ജപിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ ചൊവ്വാഴ്ച വ്രതം, ദേവീ ദർശനം, ഉമാമഹേശ്വര ദർശനം ഇവയൊക്കെ നടത്താം. അതുപോലെ തന്നെ ജാതകത്തിൽ ഓജരാശി സ്ഥിതനാണെങ്കിൽ വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യ പൂജയും, അതുപോലെ തന്നെ യുഗ്മരാശി സ്ഥിതനാണ് കുജനെങ്കിൽ ദേവീ പൂജയും നടത്തണം.
ഭദ്രകാളി പൂജയും ഫലപ്രദമാണ്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പാർവതീ പൂജ ഉത്തമമാണ്. ഇനി വിവാഹാനന്തരവും ചൊവ്വാദോഷം കൊണ്ട് ക്ലേശാനുഭവങ്ങൾ വരാം. അവിടെ ഹനുമാൻ പൂജയും രാമായണത്തിലെ സുന്ദരകാന്ഡ പാരായണവും ഫലപ്രദമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചൊവ്വ പ്രബലമായിട്ട് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഋണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കടം. അതിനുവേണ്ടി നമുക്ക് ഋണമോചന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ബഹുളാമുഖി പൂജ ഇവയൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. സുബ്രഹ്മണ്യന് ചുവന്ന പട്ട് സമർപ്പിക്കാം. ഹനുമത് ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നടത്താം. അതുപോലെ തന്നെ വെറ്റിലമാല, രാമായണം, സുന്ദരകാന്ഡ പാരായണം ഇവയൊക്കെ ഹനുമാൻ ക്ഷേത്രത്തിൽ നടത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുജദോഷ ശാന്തിക്ക് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ തറയിലെ മണ്ണ് കുഴച്ച് നെറ്റിയിൽ പൊട്ട് തൊടണം. അതുപോലെ തന്നെ വീട്ടിലെ കൂരയ്ക്കുള്ളിൽ പഞ്ചസാര ചാക്ക് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ശ്മശാനത്തിലേക്ക് തേൻ ദാനം ചെയ്യാൻ പറയുന്നു. മാൻതോലോ ഇരുമ്പാണിയോ വെള്ളിയുടെ ദീർഘചതുരമായ തുണ്ടോ തെക്കേ വാതിലിൽ വയ്ക്കുന്നതും ഉത്തമമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചെമ്പ്, ശർക്കര, ഗോതമ്പ്, കുതിര, കിണർ, വെള്ളി, സ്വർണം ഇവ കുട്ടികൾക്കും ദാനം ചെയ്യുകയും അതുപോലെ കുട്ടികൾക്ക് മധുരപലഹാരം കൊടുക്കുന്നതുമൊക്കെ നന്നാണെന്നാണ് ലാൽ കിതാബിൽ പറയുന്നത്. മാൻതോലിൽ ഉറങ്ങാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഭാവങ്ങളിൽ, അതായത് എല്ലാ ഭാവങ്ങളിലും കുജൻ നിന്നാൽ കുജൻ എങ്ങനെ നമുക്ക് നല്ല ഫലങ്ങൾ തരും എന്നുള്ളതും ലാൽ കിതാബിൽ പറയുന്നു. അതായത് കുജൻ ഒന്നി നിൽക്കുകയാണെങ്കിൽ ഒരു വസ്തുവും സൗജന്യമായോ ദാനമായോ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനം. കള്ളം പറയരുത് എന്നുമുണ്ട്. ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കൾ സൂക്ഷിക്കരുത്. ഇവയൊക്കെയാണ് കുജൻ ഒന്നിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്, കുജൻ്റെ പ്രീതിക്ക് വേണ്ടി. അതുപോലെ കുജൻ രണ്ടിൽ നിൽക്കുമ്പോഴോ ഒരു ചുവന്ന തൂവാല എപ്പോഴും സൂക്ഷിക്കണം. വീട്ടിൽ മാൻതോൽ സൂക്ഷിക്കുക. കുട്ടികൾക്ക് ഗോതമ്പും പനം ശർക്കരയും ഉച്ചയ്ക്ക് നൽകുക എന്നാണ് പറയുന്നത്. അതുപോലെ കുജൻ മൂന്നിൽ നിന്നാലും ലാൽ കിതാബിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. വെള്ളി മോതിരം ഇടത് കൈ വിരലിൽ സൂക്ഷിക്കുക, വെള്ളി മോതിരം. അതുപോലെ കുജൻ നാലിലാണെങ്കിലോ കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കാൻ പറയുന്നു. മാതാവിനെയും സാധുജനങ്ങളെയും പാലിക്കാൻ പറയുന്നു. മുടന്തുള്ളവരുമായും ഒരു കണ്ണ് നഷ്ടപ്പെട്ടവരുമായും കരിങ്കണ്ണുള്ളവരുമായും ബന്ധപ്പെടാതിരിക്കണം എന്നാണ് പറയുന്നത്. പഞ്ചസാര, തേൻ ഇവ കച്ചവടം ചെയ്യാതിരിക്കണം നാലിൽ കുജനുള്ളവർ. അതുപോലെ കുജൻ അഞ്ചിലാണെങ്കിലോ വീടിന് മുന്നിൽ വേപ്പ് മരം വെച്ച് പിടിപ്പിക്കാനാണ് പറയുന്നത്. രാത്രി കിടക്കുമ്പോൾ തലഭാഗത്ത് ശുദ്ധജലം സൂക്ഷിക്കുകയും വേണം. രാവിലെ അത് പൂച്ചട്ടിയിൽ ഒഴിക്കുകയും ചെയ്യുക. സദാചാര നിഷ്ഠ പാലിക്കുക. പിന്നെ കുജൻ 6 നിൽക്കുമ്പോഴും പറയുന്നുണ്ട് എന്ത് വേണമെന്ന്. ആൺകുട്ടി ജനിച്ചാൽ ഉപ്പ് വിതരണം ചെയ്യണം. കുജൻ 7 നിന്നാലോ പിതാവിൻ്റെ സഹോദരി, മാതാവിൻ്റെ സഹോദരി, ഭാര്യ സഹോദരി, മകൾ സഹോദരി എന്നിവർക്ക് മധുരം നൽകുക. സഹോദരപുത്രനെ സഹായിക്കുക. അതുപോലെ പടരുന്ന വള്ളിച്ചെടികൾ നട്ടുപിടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി കുജൻ 8 വിധവകളുടെ അനുഗ്രഹം തേടുക. പട്ടിക്ക് മധുരമുള്ള റൊട്ടി നൽകുക. പിന്നെ 9 കുജൻ നിൽക്കുമ്പോഴോ സഹോദര ഭാര്യയെ പരിചരിക്കുക. മൂത്ത സഹോദരനെ അനുസരിച്ച് നടക്കുക. ചുവന്ന വസ്ത്രകഷ്ണം കയ്യിൽ സൂക്ഷിക്കുക. ഇനി 10 മാൻകുട്ടിയെ വളർത്തുക. പാല് കാച്ചുമ്പോൾ തീയിൽ വീഴാതെ സൂക്ഷിക്കുക. ഇനി 11 തേനോ സിന്ദൂരമോ മൺപാത്രത്തിൽ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇനി 12 കുജൻ നിന്നാലോ പ്രഭാതത്തിൽ അല്പം തേൻ കഴിക്കാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ലാൽ കിതാബിൽ എല്ലാ ഭാവങ്ങളിലും കുജൻ നിന്നാൽ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം, ജീവിതാചാരങ്ങൾ ജീവിതം എന്ന് പറയുന്നു. അതെന്തെന്ന് വെച്ചാൽ ഈ കുജനൊരു നിസർഗ പാപത്വം ഉണ്ടല്ലോ. അപ്പോൾ കുജൻ നമുക്ക് എപ്പോഴും അനുകൂലനായിട്ട് ഇരിക്കാൻ വേണ്ടിയായിരിക്കണം ലാൽ കിതാബ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ചൊവ്വ ദോഷത്തെപ്പറ്റി പറയാനുള്ളത്. ദോഷപരിഹാരം എങ്ങനെയൊക്കെയാണെന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.